എന്താ ഇവിടെ ഈ പഹന്റെ ഒരു കാര്യേ എവിടെ ക്യാമറ കണ്ടു കഴിഞ്ഞാലേ അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കോടതി ഒരു ബില്ല് പാസ്സാക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരായിട്ടേ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും പാടെ കൂടിയിട്ടേ ഒരു സമരം ചെയ്യാണ്. ഞാനതല്ല ആലോചിക്കണേ, ഇവൻ എന്തിനാ ഇതിന്റെ അടിയിൽ കയറി വന്നിക്കണേ? ഇവനൊക്കെ കാരണമാണ് ഈ ബില്ല് തന്നെ പാസ്സാക്കണേ. ഇനി ശക്തമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നിട്ട് ഓൾക്ക് പറഞ്ഞു നടക്കാം ഞാൻ ട്രാൻസ് ആണെന്ന്. ആ ഒരു നിയമമാണ് ഇപ്പൊ പാസ്സാക്കാൻ നിൽക്കണേ. അത് കേട്ട പാതി കേൾക്കാത്ത പാതിയേ മറ്റാള് ചാടിപ്പുറപ്പെട്ട് വന്നിക്കുക. ഇനിയിപ്പോൾ അതുപോലത്തെ അതൊക്കെ ഊരിയൊക്കെ ഉണ്ടായിരുന്നു എഴുതിയിട്ടേ എന്നിട്ട് വലിയ മാസാകം നോക്കി വന്നതാണ്. എന്നിട്ട് ഇപ്പൊ നമ്മളെ ഹീറോ എന്ത് ചെയ്യുന്നല്ലേ ഇത് അതൊന്നും ഉണ്ടോക്കി നോർമൽ നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിൽ വേണ്ടിട്ട് തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. അതാ ഇപ്പൊ എന്തായേ കൊറേ മണിക്കൂറുകളൊക്കെ നിന്നിട്ടേ കൊറേ എപ്പിസോഡുകളൊക്കെ എടുക്കണം എന്ന് കരുതിയതാ. അതൊക്കെ ഇപ്പൊ വല്ല വള്ളത്തിൽ ായി പോയി മല പോലെ വന്നാണ്. ഇതാപ്പൊ എലി പോലെ പോണു. ഇതാ കണ്ടില്ലേ ഇവനവന്റെ കമ്മുട്ടിയിൽ തന്നെ കയറ്റൂലേ. ഓൽക്കന്നെ മനസ്സിലായി ഇത് നമ്മളെ കമ്മുട്ടിപ്പെട്ട ആൾക്കാരല്ലാന്ന്. അപ്പൊ തന്നെ അവിടുന്ന് പറപ്പിച്ചു. എന്തായാലും നമ്മളെ ചെങ്ങായി വന്ന ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ. ഇത് അതൊന്നും കണ്ടോക്കി. അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ട്രാൻസ് ആയാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി ഭാവിയിൽ വരുന്ന ട്രാൻസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്ത് ട്രാൻസ് ആയ ഞങ്ങൾക്കാണോ? ഇജ്ജ് എപ്പോഴതിന് ട്രാൻസ് ആയേ? എൻ്റെ അടുത്തുള്ള ഞെട്ടും ബോൾട്ടൊക്കെ കണ്ട് ഊരി കഴിഞ്ഞാലേ ഇജ്ജ് മറ്റേ നമ്മളെ പഴയ കാക്കനെ. ബാക്കി പറയേ, കേൾക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ ഇത്ര കാലം നേടിയെടുത്ത വിസിബിലിറ്റി, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ ഒരു ബില്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ചെയ്യണം. എന്ത് ഇജ്ജ് കഷ്ടപ്പെട്ട് നേടിയെടുത്തു എന്നാ പറയണേ? ഇജ്ജ് കഷ്ടപ്പെട്ട് നേടിയെടുത്തതേ ആകെ ഒന്നെ ഉള്ളൂ. അതാ പെരയിലിരിക്കണു. വീടിനും നാടിനും ഒരു ഉപകാരമില്ലാത്തൊരു അത് മാത്രമുള്ളൂ ഇജ്ജ് നേടിയെടുത്തിട്ട്. എന്തുകൊണ്ടാണ് എന്നെ ട്രാൻസിന്റെ കമ്മ്യൂണിറ്റിയിൽ എന്നെ ചേർക്കാത്തത്? ഈ ട്രാൻസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടേ എൻ്റെ തൊള്ള തുറക്കണേ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സൗണ്ട് പൊന്തിക്കണേ ഇത് അതിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കിക്കണ ആഷിക്ക് ഇഷ്ടമുള്ള നെയ്ച്ചോറും പരിപ്പും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. സത്യത്തിലേ ഇവൻ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നോന്നല്ലേ, പക്ക അത് മാത്രമുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ സമരത്തിന് വന്ന ആളെ ഒഴിഞ്ഞു മാറി നിന്നിട്ടേ ഇതൊക്കെയാണ് ചെയ്യാ. ഇത് അതൊന്നും കണ്ടോക്കി. കണി കാണും നേരം കമല നേത്രന്റെ മഞ്ഞ തുകിച്ചാട്ടി കലകിങ്ങിനി വളകൾ തീരം അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അപ്പൊ എന്തായി? അപ്പൊ അങ്ങനെ ഈ വർഷത്തെ വിഷുവിനും തീരുമാനമായി. എന്തൊക്കെയാണ് ഈ പാടുന്നത്? എന്താ ഈ ചെങ്ങായിക്ക് തലക്ക് വല്ല സുഖമില്ലാന്ന് തോന്നണം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ പാട്ട് പാടിനാലേ ഇതിന്റെ ഒറിജിനൽ വരികൾ എന്താന്നുള്ളത് ഇപ്പൊ ഓർത്തിട്ടാണ്ട് കിട്ടണില്ല. ഈ പാട്ടിന്റെ പോലെ എല്ലാതും ഉപന്റത്തുള്ള ഡ്യൂപ്ലിക്കേറ്റാ. നോമ്പിനിഞ്ഞ് കാണിച്ചു കൂട്ടാൻ കസർത്തൊന്നും ബാക്കിയില്ല. അതുപോരാഞ്ഞിട്ടേ വിഷു ഇപ്പൊ ബുക്ക് ചെയ്തിക്കുക. അതുകൊണ്ട് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഇപ്രാവശ്യത്തെ വിഷു ഇല്ലേ അത് ജാസി കൊണ്ടുപോയി. ഇപ്പം പെരുന്നാക്ക് എന്ത് ഡ്രസ്സ് ഇടുന്ന് എഴുതിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നുണ്ട്. ഇത് അതൊന്നും കണ്ടോക്കി. ഇതൊക്കെ എന്തിനാ? അല്ല മാനെ ഇതൊക്കെ ആർക്കാ? ഇജ്ജ് കെട്ടാൻ പോണ പെണ്ണിനാ? അനക്ക് പെരുന്നാക്കിടാനേ നല്ല വെള്ളത്തുണി, പിന്നെ മറ്റേ കള്ളി ഷർട്ടില്ലേ അത്, പിന്നെ മറ്റേ 10 റുപ്യക്കാരൻ തൊപ്പില്ലേ അതും വാങ്ങിയിട്ടേ അടിപൊളിയായിട്ടാണ് പള്ളിക്കാണ്ട് പോയിക്ക. എന്നിട്ട് നേരെ പോയിട്ടേ ഒരു 2 റക്അത്ത് നിസ്കാരാണ് നിസ്കരിച്ചേ. അല്ല എന്റെ മറ്റേ ചങ്ങായി എവിടെ? ഓനെ കാണാനല്ലോ. എവിടെ ഓനെ? സംസാരിക്കില്ല. ആശി ഭയങ്കര എല്ലാവരും പറയാം. എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഓൺ വോയിസ് വീഡിയോസ് എടുക്കുമ്പോഴേ എല്ലാവരും പറയുന്നത് ജാസി നീ ഒന്ന് വായ എടുക്കും. എന്നിട്ട് ആഷിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആശി സംസാരിക്കൂല. ഞാൻ എങ്ങനെ സംസാരിക്കും? 3 നേരം 2 നേരം പരിപ്പും ചോറും കൊടുത്തു കഴിഞ്ഞാലേ എങ്ങനെയോ മുണ്ടുക. എന്നിട്ട് ബാക്കി പറ. ചില ഓൺ വോയിസിലൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച ഡയലോഗ് ഒക്കെ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടാണ് ആശി പറയാ. അത്ര ഒരു കുറച്ച് ഇൻട്രോവേർട്ടാണ്. പക്ഷെ ഇത് ഇൻട്രോവേർട്ടല്ല, ഇതിന് പറയുന്ന പേരാണ് മുഴുവട്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പിന്നാലെ നടക്കുവോ? ഈ ലോകത്തെ ഏറ്റവും വലിയ ഫോനാണ്, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവനെ കൊണ്ടൊരു ഉപകാരമുണ്ട്. അത് ഇതാ ഈ വീഡിയോ കണ്ടിട്ടേ ബാക്കി പറയാം. ഹലോ
അയ്യോ പാവം, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഇജ്ജ് 5 നേരം പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ കൊടുത്തിട്ടേ ഒരുത്തനെ അതിന്റെ ഉള്ളിൽ കുത്തിയിരുത്തിയിട്ടില്ലേ? പിന്നെ എന്തിനാ ഇജ്ജ് ഇങ്ങനെ വിഷമിക്കണേ? ആ കുറ്റിന്റെ മുകളിൽ ആ കുറ്റിയാണ് നിറച്ചുകൂടാ എനിക്ക്. അങ്ങനെയെങ്കിലും ഒരു ഗ്യാസിന്റെ ഉപകാരമെങ്കിലും ഉണ്ടാകട്ടെ എന്ന്. അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലേ ആർക്കൊരു ഉപകാരമില്ലാത്ത പാഴ്വസ്തുവിനുള്ള അവാർഡ് ഇല്ലേ, അത് അടുത്ത കൊല്ലം പോയി വാങ്ങേണ്ടി വരും. ഹൗ, വല്ലാത്തൊരു ആരുടെ കിസ്മത്ത് പറഞ്ഞു കഴിഞ്ഞാലേ ഇന്നൊന്നും കഴിയൂല. അതുകൊണ്ട് എന്തായാലും തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അപ്പൊ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.